നമ്മുടെ ഹൈദരാബാദ് ട്രെയിൻ ഈ ഒരു സൈഡിലായിട്ടാണ് പറഞ്ഞത്. S6 ആണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിൻ്റെ മനസ്സിലാക്കാൻ പറ്റും. ഇഷ്ടംപോലെ ലഗേജ് ഫുള്ളും റഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. നമ്മൾ ചെന്നൈ എഗ്മോറിൽ നിന്ന് ഇനി അടുത്ത ചാർമിനാർ ഹൈദരാബാദിലോട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് ഗൈസ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ സമയം വന്നിട്ട് 17:48 12759 എന്ന് പറഞ്ഞത്. നമ്മൾ ചെന്നൈയിൽ ഓൾറെഡി വന്നിട്ടും ഈ ഒരു ഭാഗത്തു നിന്നാണ് ലഗേജ് സ്കാൻ ചെയ്തത്. ലഗേജ് സ്കാൻ ചെയ്തിട്ടാണ് നേരെ ക്ലോക്ക് റൂമിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആ ക്ലോക്ക് റൂമിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മളിനി അടുത്ത നേരെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നതനുസരിച്ചിട്ട് കയറിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് റൂം വന്നിട്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ക്ലോക്ക് റൂം വന്നിട്ട് ഇതുവഴി നേരെ പോകണം ഗൈസ്. ഇതുവഴി നേരെ പോയാണ് നമ്മുടെ ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മുടെ ലഗേജ് ഇതാ വരുന്നുണ്ട്. ഇതുപോലെ ലഗേജ് എടുത്തിട്ട് നേരെ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ ക്ലോക്ക് റൂം എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത റെസീപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ലഗേജ് എടുക്കുക, പോവുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല മുകളൊക്കെ വന്നിട്ട് റൂഫൊക്കെ ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളറിലുള്ള ഷീറ്റൊക്കെ ആണെങ്കിൽ ഇട്ടിട്ടുള്ളതിൻ്റെ പേരിലാണെങ്കിൽ അത്യാവശ്യം ലൈറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല വെന്റിലേഷനുണ്ട്. വെന്റിലേഷൻ ഉള്ളതിനെ പേര് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ട്രെയിനുകൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള പല സംസ്ഥാനങ്ങളിലോട്ട് പോകുന്നു എന്നുള്ളത് വേറെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ വലിയൊരു ക്രൗഡാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ട്രെയിൻ ആക്ച്വലി 17:45 അതുകൊണ്ട് വലുതായിട്ടൊരു കുഴപ്പമില്ല. ഓക്കെ, നല്ല ക്രൗഡ്. അപ്പോൾ നമ്മുടെ പ്ലാന് ആദ്യം കൂട്ടി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ കാണുക. പാർട്ട് വൈസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. രാമേശ്വരം ട്രിപ്പ് അതോടൊപ്പം തന്നെ 17:45 12759 ചാർമിനാർ എക്സ്പ്രസ് ഇതുവരെയും സംഭവം പ്ലാറ്റ്ഫോം നമ്പർ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേശ്വരം, അതിനുശേഷം ചെന്നൈ എഗ്മോർ വന്ന് ചെന്നൈ എഗ്മോറിൽ നിന്നാണ് നേരെ നമ്മുടെ ഹൈദരാബാദിലോട്ട് പോകുന്നത്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ നസറിൻ കഴിക്കൂ, ഡാഡിയും കഴിക്കുന്നു. ഷർട്ടൊക്കെ ഊരിയിട്ടുണ്ട്. ഭയങ്കര വെയിലായതിൻ്റെ പേരിലായിരിക്കും. റയാൻ കഴിക്കൂ. നമ്മുടെ ചെന്നൈ എഗ്മോറിൽ ട്രെയിന് അവസാന നിമിഷമാണ് സംഭവം കാണിച്ചത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് ചടപടാന്ന് കയറും. നമ്മുടെ ഹൈദരാബാദ് ട്രെയിന് ഈ ഒരു സൈഡിലായിട്ടാണ് പറഞ്ഞത്. S6 ആണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിൻ്റെ ഒരു പൊസിഷൻ. കറക്റ്റ് സമയമായ സമയത്തേക്കാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമും അതിൻ്റെ പൊസിഷനൊക്കെ ഇട്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ലഗേജിൻ്റെ ഒരു പൊസിഷനൊക്കെ നോക്കി ഇതുമാത്രം ചെന്നൈ എഗ്മോറിലെ ലഗേജസ് ഒക്കെ ആണെങ്കിൽ വലിച്ചിറക്കാൻ നോക്കി ഒരുമാതിരി ചവറ് പോലെയാണ് ലഗേജസൊക്കെ വലിച്ച് ഇറക്കുന്നത്. ഇഷ്ടംപോലെ ലഗേജും അതോടൊപ്പം ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മൾ ഹൈദരാബാദിൽ ചാർമിനാർ എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം കണ്ടത്. നമ്മുടെ ട്രെയിൻ ചാർമിനാർ എക്സ്പ്രസ് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചെന്നൈ എഗ്മോറിൽ നിന്ന് ഇവിടെ പറയുകയാണ് ഗൈസ്. നേരെ നമ്മൾ ഹൈദരാബാദിലോട്ട് പോയത്. ട്രെയിൻ കറക്റ്റ് ടൈമിന് വന്ന് കറക്റ്റ് ടൈമിന് തന്നെ എടുത്തിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത്. ചെന്നൈ ഹൈദരാബാദ് ഫാക്ടറീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഫ്രൂട്ടി വാങ്ങിച്ച്, ഫ്രൂട്ടി ആക്ച്വലി 40 റുപ്പീസാണ്, പക്ഷേ 50 റുപ്പീസ്. ഒരു ഫ്രൂട്ടി ഒരു 7up വാങ്ങിച്ചു, 40 റുപ്പീസാണ്. വിശാലമായ പാടശേഖരങ്ങൾ, തരിശായ ഭൂമികൾ. നമ്മൾ ഹൈദരാബാദിലോട്ട് പോകുമ്പോൾ കാണുന്ന വിഷ്വൽസാണ് ഗൈസ്.
ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും 80 രൂപ. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കതാ കാണാൻ പറ്റുന്നുണ്ട്. ഫാസ്റ്റായിട്ടാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. അതിൻ്റെ റിനോവേഷന് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടർപാസ് ആണെന്നാണ് തോന്നുന്നത്. നേരെ അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സിക്കന്ദരാബാദിന് 7 കിലോമീറ്ററാണ് നമ്മുടെ ഹോട്ടലിലോട്ട്. ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ. അതുകൊണ്ട് ഹൈദരാബാദിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായി, അവിടെ നിന്ന് ഹോട്ടലിൽ പോകുന്നതായി കുറച്ചും കൂടെ നിയർ. അതുകൊണ്ട് നമ്മൾ സിക്കന്ദരാബാദിൽ ഇറങ്ങുന്നില്ല, ഹൈദരാബാദിലോട്ട് പോവുകയാണെങ്കിൽ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനാണ്. ഹൈദരാബാദിൽ പോകുന്ന യാത്രക്കാർക്കാണെങ്കിൽ സിക്കന്ദരാബാദിൽ ഇറങ്ങി മെയിനായിട്ട് പോകാം. സിക്കന്ദരാബാദിൽ ഇഷ്ടംപോലെ നമ്മൾ കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റിനൊക്കെ ആണെങ്കിൽ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് സിക്കന്ദരാബാദിൽ ആ ഒരു സ്റ്റോപ്പാണ്. സിക്കന്ദരാബാദ് നമ്മുടെ ചാർമിനാർ എക്സ്പ്രസ്സിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചാർമിനാർ എക്സ്പ്രസ് എഗ്മോറിൽ നിന്ന് ചാർമിനാറിലോട്ട് വരുന്ന ഒരു ചാർമിനാർ എക്സ്പ്രസ്സിൽ വന്ന ആൾക്കാരുടെ ഒരു ക്രൗഡാണ് കണ്ട. ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ്. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനും കൂടെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്ത് ക്രൗഡെന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡ്. സിക്കന്ദരാബാദിലാണ് മാക്സിമം ആൾക്കാരാണെങ്കിൽ ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഹൈദരാബാദ് ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഹൈദരാബാദ് ഡെക്കാൻ, നമ്മുടെ റൂം വന്നിട്ട് ഹൈദരാബാദ് ഡെക്കാനിലാണ് എടുത്തിട്ടുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഡെക്കാനിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്രൗഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ താഴോട്ട് വന്നത്. പുള്ളിക്കാരൻ ട്രോളി ബാഗ് എൻ്റെ കാലിൻ്റെ പുറത്ത് കൂടെ കയറ്റി ഇറക്കി നടത്തി ഗൈസ്. അവിടെ നോക്കിയാൽ രക്ഷയില്ല. അവിടെ സ്നാക്സിൻ്റെ ഇതുപോലെ ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ കടകളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറേ ആൾക്കാരുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റെയിൽവേയുടെ കുറച്ച് ബോഗീസൊക്കെ ആണ് ഈ സൈഡിലേക്ക് റെയിൽവേ മ്യൂസിയം പോലെയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. നോ ലിറ്ററിങ്, തുപ്പാനും എടുക്കാനും അങ്ങനെ ഒന്നും പാടില്ല എന്നും സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. സൂപ്പർ. നമ്മുടെ ട്രെയിന് മുകളിൽ കയറി നോക്കണമെന്നുണ്ട്. പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എടുക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുകളിൽ കയറി നോക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ട്രെയിൻ എടുക്കാറായിട്ടുണ്ട്. നമ്മുടെ സ്ലീപ്പറിലാണ് വന്നത്. പക്ഷേ നൈറ്റ് ഒടുക്കടുത്ത തിരക്കായിരുന്നു. അതോടൊപ്പം നല്ല ചൂടുമായിരുന്നു. നോക്കിയാൽ ട്രെയിനിലാണെങ്കിൽ ആൾക്കാർ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിൽ കളക്ട് ചെയ്യുന്നതാണ് കേസ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയൊരു സഞ്ചിയിലാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ അത് ബോട്ടിൽ കളക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ നല്ല കാര്യം. ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ബോട്ടിൽസ് കളക്ഷനാണ് കേസ് നമ്മളിപ്പോൾ കാണുന്നത്. ബോട്ടിൽ കളക്ഷനാ കൊള്ളാം കേട്ടോ. അത് നമുക്ക് കുറച്ച് നോ പ്രോബ്ലം ചലോ ആगे चलो नहीं आगे चलो फोटो ये